ഹായ് ഫ്രണ്ട്സ്, ഞാനൊരു OnePlus 7 മേടിച്ചു. കഴിഞ്ഞ ദിവസം ഇതിന്റെ അൺബോക്സിംഗ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ ഇതിന്റെ ക്യാമറ ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ ഈ ഫോൺ മേടിക്കാൻ കാരണം തന്നെ എനിക്ക് വീഡിയോ പർപ്പസിന് വേണ്ടിയാണ്. സ്റ്റിൽ ഇമേജസിനേക്കാളും കൂടുതൽ ഞാൻ വീഡിയോ ആണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഫോൺ തിരഞ്ഞെടുത്തത്. അപ്പോൾ ഈ വീഡിയോയിലും ഞാൻ കൂടുതലായിട്ടും ഇതിന്റെ വീഡിയോ ടെസ്റ്റ് ആണ് ചെയ്തിരിക്കുന്നത്. ഓടിയും നടന്നും റെസൊല്യൂഷൻ ചേഞ്ച് ചെയ്തൊക്കെ ഞാൻ കുറെ വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണാം. പിന്നെ അതുകൂടാതെ ഇതിന്റെ പോർട്രേറ്റ് മോഡിലും നോർമൽ ക്യാമറയിലും സ്റ്റിൽ ഇമേജസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതും കാണാവുന്നതാണ്. OnePlus 60 മേടിക്കാനിരുന്ന സമയത്താണ് ഈ 7 സീരീസ് ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ 60യുടെ ഒരു പടി മുന്നിലുള്ള അപ്ഗ്രേഡ് ആയിട്ടാണ് OnePlus 7 വന്നിരിക്കുന്നത്. 60യെ അപേക്ഷിച്ച് വളരെ സ്പീഡ് കൂടിയതാണ് OnePlus 7. ബാക്കി ഏകദേശം സെയിം ആണെങ്കിലും ക്യാമറ 48 മെഗാ പിക്സലായിട്ട് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. 7 Pro ആണെങ്കിൽ കില്ലിംഗ് ക്യാമറ തന്നെയാണ്. അതിൽ എല്ലാ ക്യാമറ ഫീച്ചേഴ്സും ഉണ്ട്. എന്നിരുന്നാൽ തന്നെ ഈ 7 പുറകിലൊന്നുമല്ല. വൈഡ് ആംഗിൾ ക്യാമറയും ടെലിഫോട്ടോ ലെൻസും ഒഴിച്ചാൽ അതും ഇതൊക്കെ ഏകദേശം സെയിം ആണ്. അപ്പോൾ പുതിയതായിട്ട് OnePlus 7 7 Proയോ അല്ലെങ്കിൽ ഒരു വീഡിയോ എടുക്കുന്നതിന് ആവശ്യമായ ഒരു ഫോൺ നോക്കുകയാണെങ്കിൽ ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ OnePlus 7ന്റെ ഗുണം എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ ഇതിന്റെ ക്യാമറ എത്രത്തോളം നല്ലതാണ് എന്ന്. അപ്പോൾ അത് വെച്ച് നിങ്ങൾക്ക് ഇത് പോരെങ്കിൽ ഇത് എടുക്കേണ്ട ആവശ്യമില്ല. ഇത് കണ്ട് ഇത് ഇഷ്ടമായാൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് സെലക്ട് ചെയ്യാം. ഈ ഫോണിന്റെ നല്ലൊരു ഫോണാണ്. ഏതായാലും OnePlus 7 നല്ലൊരു ഫോൺ തന്നെയാണ്. എനിക്കിഷ്ടമായി. OnePlus 60 ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാൻ OnePlus 60 എടുക്കണമെന്ന് വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു. എടുക്കണ ഘട്ടമെത്തിയപ്പോഴാണ് OnePlus 7 ലോഞ്ച് ചെയ്തത്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി അപ്ഗ്രേഡ് ആയിട്ട് എനിക്ക് OnePlus 7 കിട്ടി. വീഡിയോ എഡിറ്റും ഈ ഫോണിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എടുത്ത ആ വീഡിയോ ക്ലിപ്പുകൾ നമുക്ക് കാണാം. ഓക്കെ.